ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 14-ാമത്തെ വയസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ വലിയ അറിവ് നേടി ഒരു പെൺകുട്ടി. ഒരു ദിവസം അവളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 വയസ്സേ ഉള്ളൂ. അവൾക്കൊരു ദർശനം ഉണ്ടായി. കന്യകാമറിയം ഉണ്ണീശോയെ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്നൊരു ദൃശ്യമാണ് അവൾ കണ്ടത്. ആ ദർശനത്തിൻ്റെ സ്വാധീനത്തിൽ അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ ക്രിസ്ത്യാനിയായി, മാമോദിസ സ്വീകരിച്ചു. ചക്രവർത്തിയായ മാക്സിമിയൻ്റെ കാലത്ത് AD 288-305 അലക്സാണ്ട്രിയയിലെ ഗവർണറായിരുന്ന കോൺസ്റ്റൂസിൻ്റെയും സബിനെല്ലയുടെയും മകളായി ജനിച്ച കാതറീനാണ് ഈ പെൺകുട്ടി. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറീൻ ഗ്രീക്ക് വംശജയായിരുന്നു. AD 294 അവൾ ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മാക്സിമിയൻ ചക്രവർത്തിയുടെ കാലത്ത് 306-312 കാലത്ത് ക്രിസ്ത്യാനി നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്ന കണ്ട അവൾ ചക്രവർത്തിയുടെ അടുക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ ക്രൂരമായ ഭരണരീതിയെ വിമർശിച്ചു. കാതറിൻ്റെ നിശിതമായ ബുദ്ധിയിലും അറിവിലും അമ്പരന്ന ചക്രവർത്തി അവളെ തടവിലാക്കാൻ കൽപ്പിച്ചു. ഏറ്റവും പ്രഗത്ഭരായ ധാരാളം വിജാതീയ തത്വചിന്തകരെ വിളിച്ചു വരുത്തി വിശുദ്ധമായി വാഗ്വാദത്തിൽ ഏർപ്പെടാൻ നിയമിച്ചു. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചാൽ വലിയ പ്രതിഫലം നൽകാമെന്ന് ചക്രവർത്തി വാഗ്ദാനം ചെയ്തു. പക്ഷെ അവളിതൊന്നും പ്രലോഭിപ്പിച്ചില്ല. കോപം കൊണ്ട് അന്ധനായ ചക്രവർത്തി കാതറിനെ ഇരുമ്പ് പടി കൊണ്ട് അടിക്കാനും ചമ്മട്ടി കൊണ്ട് മുറിവേൽപ്പിക്കാനും കൽപ്പിച്ചു. പിന്നെ കാരാഗ്രഹത്തിലിട്ടു. അവസാനം അവളെ മൂർച്ചയും അങ്ങനെ മുനയുമുള്ള കത്തികൾ ഘടിപ്പിച്ച ഒരു ചക്രത്തിൽ കിടത്തി. ആ ചക്രം പൊട്ടിത്തെറിച്ചു. ഈ വിസ്മയം കണ്ട പലരും പിന്നീട് ക്രിസ്ത്യാനികളായിട്ടുണ്ട്. കാതറിൻ്റെ തലയേർത്ത് കൊല്ലാൻ ചക്രവർത്തി കൽപ്പിച്ചു. അങ്ങനെ 18-ാം വയസ്സിൽ അവൾ രക്തസാക്ഷിയായി വീരമരണം പ്രാപിച്ചു. ക്രിസ്തുവർഷം 312 അത്. മഹാരക്തസാക്ഷിയായ കാതറീൻ എന്നും ചക്രത്തിൻ്റെ കാതറീൻ എന്നും അലക്സാണ്ട്രിയയിലെ കാതറീൻ അറിയപ്പെടുന്നുണ്ട്. 14-ാം വയസ്സിലാണ് ക്രിസ്തുധർമ്മം സ്വീകരിച്ചത്. 18-ാം വയസ്സിൽ കൊല്ലപ്പെട്ടു. 4 വർഷം കൊണ്ട് അനേകം പേരെ ക്രിസ്തുധർമ്മത്തിലേക്ക് അവൾ കൊണ്ടുവന്നു. അവളുടെ രക്തസാക്ഷിത്വം കണ്ടവരിൽ തന്നെ 200ഓളം പേര് മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനികളായെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 14 വിശുദ്ധ സഹായകർ എന്നാണ് കാതറീൻ ഉൾപ്പെടെയുള്ള വിശുദ്ധർ അറിയപ്പെടുന്നത്. 14 വയസ്സിൽ ക്രിസ്ത്യാനിയായി, 18-ാം വയസ്സിൽ രക്തസാക്ഷിയായിട്ട് മരിച്ചൊരു പെൺകുട്ടി. നമ്മൾ മരിയ ഗോരേത്തിയെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വലിയ എന്താ പറയുക, ഹീറോയിക്ക് വെർജിൻ എന്ന് പറയാവുന്ന വീര വനിത എന്ന് പറയാവുന്ന ആളാണ് മരിയ ഗോരേത്തി. ഈ പെണ്ണോ അതുപോലെ തന്നെ അതല്ലേ, വീരവനിതയല്ലേ. സഭയിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ഈ പെൺകുട്ടിയുടെ വിശുദ്ധി, ആ വിശുദ്ധ പദവിയും. 14-ാം വയസ്സിൽ ക്രിസ്തു മതം സ്വീകരിക്കുക, 18-ാം വയസ്സിൽ ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെടുക, ധാരാളം പേരെ അവളുടെ സാക്ഷ്യം കൊണ്ട്, അതും വലിയ അറിവ് നേടിയ ഒരു പെൺകുട്ടിയാന്ന് ഓർക്കണം. ഭൗതികശാസ്ത്രത്തിൽ വലിയ അറിവുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് കണ്ട് തിരിച്ചു വരുന്നത്, മാനസാന്തരത്തേക്ക് വരുന്നത്. എത്ര വലിയ സാക്ഷ്യമാണിത്. പെൺകുട്ടികളെ നിങ്ങൾക്ക് ഇല്ലയോ, ഇപ്പം നമുക്ക് ജോലി വേണം, വിദ്യാഭ്യാസം വേണം, ഒക്കെ വേണം. എങ്കിലും ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. കല്യാണം ഒരുപാട് നീട്ടിക്കൊണ്ട് പോകരുത്. 1-2 കുഞ്ഞുങ്ങൾ പോരാ, നമുക്ക് ധാരാളം മക്കൾ വേണം. കാരണം നിങ്ങളെക്കുറിച്ച് മാത്രമോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമോ ചിന്തിക്കാതെ സഭയെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളാക്കിയ സഭാ മാതാവിനെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് കൂടെയുള്ള കൂട്ടുകാരന്മാർ നിനക്ക് പൂതി തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് 3 മക്കളാവുമ്പോഴേക്കും പൂതി തീർന്നില്ലെന്ന് കളിയാക്കുമ്പോൾ ആ കളിയാക്കലിനെ കർത്താവിനെതിരെയുള്ള ആക്ഷേപമായി കണ്ട് നിങ്ങൾ ധാരാളം മക്കളെ പുറപ്പെടുവിക്കണം. നിങ്ങൾ ആരോഗ്യവും പണമൊക്കെ അതിന് അനുവദിക്കുമെങ്കിൽ അതൊക്കെ അനുവദിക്കും. അതിനനുസരിച്ച് 35 വയസ്സിൽ കല്യാണം കഴിച്ചാൽ പോരാ. പിന്നെ നമ്മുടെ ആഹാരക്രമം, പിന്നെ ഭക്ഷണക്രമങ്ങൾ, ഉറക്കം, ജോലിയൊക്കെ പ്രശ്നമാണ്. അതൊക്കെ വേണം. എങ്കിലും അതിനേക്കാളൊക്കെ വലിയ സംഗതികളാണ് ഇതെന്ന് ഓർക്കുക. നമ്മൾ എല്ലാ ദിവസവും വാർത്തകൾ കേൾക്കുന്നു. വലിയ സെലിബ്രിറ്റികളായിരുന്നവർ വിവാഹമോചനത്തിലൂടെ ദുരന്തം സംഭവിക്കുകയാണ്. പണം കിട്ടി, പ്രശസ്തി കിട്ടി, പക്ഷേ ജീവിതത്തിൽ സമാധാനമോ സന്തുഷ്ടിയോ ഇല്ല. അപ്പോൾ അതൊക്കെ വേണം, പ്രശസ്തി വേണം, പണം വേണം, പക്ഷേ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പിന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു എന്നുള്ള സംതൃപ്തിയും ഇല്ലാതെ എന്ത് ജീവിതം നമുക്ക്. അതിനാൽ ഈ പെൺകുട്ടി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക, രക്തസാക്ഷിയിൽ മരിക്കുക മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനമായി തീരട്ടെ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അത് പ്രചോദനമാകട്ടെ.
മുതിർന്നവർ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഈ വീര വനിതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.